ഹലോ ഗായ്സ്, ബിന്ദു വിജയ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കരയും തേങ്ങയും വെച്ചിട്ടുള്ള അടയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ പഞ്ചസാര ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. ഇന്നിപ്പോൾ ഞാൻ ഞായറാഴ്ചയില്ലേ, കുട്ടികൾക്ക് എല്ലാവർക്കും പനിയൊക്കെയാണ് കേട്ടോ. എനിക്കൊക്കെ വായിക്കൊരു ടേസ്റ്റുള്ളൊരു ഫുഡ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഫുഡല്ല അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അട ഉണ്ടാക്കുകയാണ് ഗായ്സ്. അപ്പോൾ ശർക്കര നന്നായി ഇടിച്ചിട്ടുണ്ട് കേട്ടോ, ഉരലിലിട്ടിട്ട്. നല്ല അടിപൊളി ശർക്കര ആണെങ്കിൽ, കല്ലില്ലാത്ത ശർക്കര ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇത് ഉരുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തേങ്ങാപ്പിരയിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായും ജീരകമൊക്കെ ചേർക്കാം കേട്ടോ, പക്ഷെ ഞാനിത് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിത് അതിലേക്ക് ഇട്ടിട്ട് നല്ലൊരു പോലെ മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത തേങ്ങ, അതിന് ശേഷം നമുക്ക് കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ചൂടുവെള്ളവും ഉപ്പും ഇട്ടിട്ട് കുഴച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനത് കുഴയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായി മിക്സാക്കി ഉപ്പൊക്കെ ചേർന്ന് നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ച് എടുക്കാം. അപ്പോൾ അങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്ത മാവാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇലയിലേക്ക് കുറേശ്ശെ എടുത്തിട്ട് കനം കുറച്ച് പരത്തി കൊടുക്കാം. അപ്പോൾ ഞാനിത് ചുട്ടെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. പുഴുങ്ങിയിട്ടൊന്നുമല്ല, ഇഡലിച്ചെമ്പിൽ ആവി കയറ്റൊന്നുമില്ല, ചുട്ടെടുക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാനത് ചുട്ടെടുക്കാൻ പോവാണ് ഗായ്സ്. അപ്പോൾ ഇതേ നമ്മുടെ സെറ്റായിട്ടുണ്ട് മാവ്. പിന്നെ നമുക്ക് ഇലയിലേക്ക് പരത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഇല കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വൃത്തിയാക്കി കഴുകി വെച്ച് ഇലയിലേക്ക് നമ്മൾ പരത്തി കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ കനം കുറച്ച് പരത്തണം കേട്ടോ. പരത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ നാളികേരവും ശർക്കരയും ഇട്ട മിശ്രിതം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങയിലും ശർക്കരയും ചേർത്ത് ഇത് ഇലയിലെ പരത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അട. അപ്പോൾ നമ്മൾ അതിട്ട് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി അത് മടക്കാം, നല്ല രീതിയിൽ മടക്കാം. അപ്പോൾ മടക്കിയതിന് ശേഷം ഓരോന്നായി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി അടുത്ത ഇലയിലേക്കുള്ള പരത്താനുള്ള മാവാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതുപോലെ ഇങ്ങനെ മാവ് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 4-5 അട ഉണ്ടാക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ 2-3-5 അട ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പരത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കുന്നത് കാണാം. അപ്പോൾ ഇത് അടുത്തതായി നല്ല മഴ പെയ്ത് തോർന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്കിന്ന് രാവിലെ ചായക്കുള്ള കടി ഇതാണ് കേട്ടോ. അപ്പോൾ കട്ടൻ ചായയും ഈ ഒരു അടയുമാണ് ഞങ്ങളുടെ ഇന്നത്തെ ഞായറാഴ്ചക്കത്തെ പലഹാരം. അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് മടക്കി ഇനി അടുത്തതായി നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ചുട്ടെടുക്കാം നമുക്ക്. അപ്പോൾ അടുപ്പ് കത്തിക്കാം, ഒരു ഫ്രൈ പാൻ വെക്കാം, അതിലേക്ക്